നമ്മൾ കിണറിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ ഉള്ള ആൾക്കാർ ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം മെയിനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇതാണ് നമ്മുടെ ഇപ്പോൾ കിണറിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചത്. ഇത് കിണറിൻ്റെ സെൻട്രൽ പോയിൻറ്റ് ഇവിടെയാണ് നമ്മൾ ഈ റൗണ്ടിലാണ് നമ്മൾ കിണർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വീടിൻ്റെ എൻഡ് പോയിൻ്റ്, ബൗണ്ടറി വീടിൻ്റെ എൻഡ് പോയിൻ്റാണിത്. അപ്പം ഈ കയർ നമ്മൾ ഇട്ടേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ കോണുള്ള കണക്കാണ് നമ്മൾ ഇതിനെ ഇട്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ കോണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അത് പക്ഷേ ഒരിക്കലും നമ്മളെ കിണറോട്ട് ടച്ച് ചെയ്യത്തില്ല, ഇങ്ങനെ പോവുള്ളൂ. അതുപോലെ വീടിൻ്റെ ഈ സൈഡും നമുക്ക് ഇങ്ങനെ പോകത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ടച്ച് ചെയ്യുന്ന 2 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വീടിൻ്റെ ഈ സൈഡിലുള്ള ഈ പോയിൻറ്റും പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഈ പോയിൻറ്റും, ഇത് രണ്ടും മാത്രമാണ് നമ്മളെ കിണറുമായിട്ട് ബന്ധം വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പല കൺഫ്യൂഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ വീടിൻ്റെ ഈ കോർണർ നമ്മുടെ ഈ കിണറിൻ്റെ ഈ സൈഡിൽ കൂടി പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല കിണറിനകത്തൂടി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. വീടിൻ്റെ സൈഡ് കിണറിൻ്റെ സെൻട്രൽ പോയിൻ്റ് ടച്ച് ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ കിണറിൻ്റെ എൻഡ് പോയിൻറ്റും ടച്ച് ചെയ്യാൻ പാടില്ല. കിണറിൻ്റെ എൻഡ് പോയിൻറ്റും സെൻട്രൽ പോയിൻറ്റും ഈ 2 രേഖകളും ടച്ച് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഇതിനകത്തൂടി പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഈ ലൈനായാലും നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാം, ഇതിനകത്തൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാം. പക്ഷേ ഇതിൻ്റെ ഈ ലൈൻ ക്രോസ് ടച്ച് ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ എൻഡ് പോയിൻറ്റും ടച്ച് ചെയ്ത് പോകാൻ പാടില്ല. ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് പല കൺഫ്യൂഷൻസും ഉണ്ട്. കാരണം ഈ പോയിൻ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കിണറിനകത്തോട്ട് പോകുന്നതുകൊണ്ട് ചിലർ അത് മാറ്റിയെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എൻഡ് പോയിൻറ്റ് സെൻട്രൽ പോയിൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.